യുവജനോത്സവം അല്ലേ? അതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ കഥകൾ. ഒന്നുകിൽ അതിൽ പങ്കെടുത്തതായിരിക്കാം, ഇല്ലെങ്കിൽ അത് കാണാൻ പോയതായിരിക്കാം, ഇല്ലെങ്കിലും ഇത് രണ്ടും അല്ലെങ്കിൽ ആ സമയത്ത് സ്കൂളിന് കിട്ടിയ അവധി എൻജോയ് ചെയ്തതായിരിക്കും. ചില കുട്ടികളുണ്ട്, അത് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ ഉള്ള ആളുകളുടെ ഒരു മൈൻഡ് അനുസരിച്ചായിരിക്കും കുട്ടികൾ ഓരോ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നത്. കൂടുതലും അങ്ങനെയാണ്. പിന്നെ ചിലരുണ്ട്, അവർക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അധ്യാപകർ നിർബന്ധിച്ച് അവരതിനെ ചേർക്കും, ഇന്നത് പരിപാടിക്ക് ചേരണം എന്ന് പറഞ്ഞ്. അങ്ങനെയുണ്ട്. ഇത് ഏത് വിഭാഗത്തിലായാലും ഏറ്റവും നല്ലൊരു സമയമാണ് ഈ കലോത്സവം ആയാലും യുവജനോത്സവം എന്തോ ആയിക്കോട്ടെ, ആ ഒരു ടൈം എന്ന് പറയുന്നത്. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത്, കോളേജിൽ വെച്ച് ഞാനൊരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല. സ്കൂളിൽ വെച്ചിട്ടും ഞാൻ കമ്പ്യൂട്ടർ TTC പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത്, അപ്പം ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ന ഡേറ്റാണ് നമ്മൾക്ക് കലാപരിപാടികൾ നടത്തുന്നത് എന്നറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ നോട്ടീസൊക്കെ ആയി കഴിയുമ്പം ആരൊക്കെയാണ് എന്തൊക്കെയാണ്, അപ്പോൾ ചിലർ പറഞ്ഞു നിങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അതിനെ കൂടുതൽ നമ്മൾ സഹായിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പോൾ എന്താണ്, ആദ്യമൊക്കെ നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്, ആ റിഹേഴ്സലെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസം ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കുക. ചില ടീച്ചർമാരിൽ നിന്നും സാറുമാരിൽ നിന്നും ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒഴിവായി പോകാം എന്ന് കരുതിയിട്ട് ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരുവാതിര, ഒപ്പന, അതൊക്കെയാണല്ലോ പണ്ടത്തെ ഒരു നാടകം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ പാട്ടൊക്കെ സൈഡിൽ നിന്ന് പാട്ടൊക്കെ പാടിക്കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചില ബുദ്ധിമാന്മാരായിട്ടുള്ള ടീച്ചേഴ്സ് സാറുമാരുമുണ്ട്. സാർ ക്ലാസ്സിൽ അവർ വന്നു കഴിയുമ്പോൾ സാർ റിഹേഴ്സൽ, എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയി റിഹേഴ്സൽ ചെയ്തിട്ട് ഞാൻ കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് അത്രയും പേര് അവിടെ ഇരുത്തും. അപ്പം ബാക്കിയുള്ള പിള്ളേർ പിന്നെ എങ്ങനെയെങ്കിലും ആ ഒരു 3/4 മണിക്കൂറൊന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത ടീച്ചർ വരുമ്പോഴത്തേനും ചോദിച്ചിട്ട് പോകാൻ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും തള്ളി നീക്കും. അടുത്ത ടീച്ചർ വരും, ചോദിക്കും. അവർക്ക് പക്ഷേ നല്ലൊരു മനസ്സിലാവും. വയ്ക്കോളാൻ പറയും, ആരൊക്കെയാണ് പോകുന്നത് വയ്ക്കും. ചിലരെന്ത് കൊടുക്കുമെന്നറിയാം, പരിപാടിയില്ലെങ്കിൽ ഇടി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ കൂടെ, ആ ടീച്ചറൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പരിപാടിക്കില്ലാത്തവർ വരെ നമ്മുടെ കൂടെ വരും. അങ്ങനെയാണ്. പിന്നെ ചിലയിടത്ത് റിഹേഴ്സൽ നടക്കുമ്പം നമ്മൾ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ചെന്ന് നോക്കും. അപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ അവർ വാതിലും ജനലും എല്ലാം അടച്ചിടും, കാണണ്ടെന്ന് പറഞ്ഞിട്ട്. ചിലർ അങ്ങനെ കാണിച്ചു തരത്തില്ല. അങ്ങനെയും ഒരു കാലഘട്ടമുണ്ട് അല്ലേ? അപ്പോൾ എന്തോന്ന് പറഞ്ഞാലും ഇതൊക്കെ എന്താണ്, ഒരു രസമുള്ള കാര്യമാണ്. മനസ്സിനതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ? എല്ലാവർക്കും കാണും ഇങ്ങനെ സ്കൂളിലായാലും കോളേജിലായാലും കലോത്സവവുമായി ബന്ധപ്പെട്ട് കുറേ അനുഭവങ്ങൾ. ഇതൊക്കെ ഞാൻ ഓർത്ത് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ അനുഭവം മാത്രമല്ല, എല്ലാവരുടെയും അനുഭവങ്ങളുടെ ഭാഗമാണ്. പിന്നെ നിങ്ങളുടെ കുട്ടികളുടെയും അനുഭവത്തിൻ്റെ ഭാഗമായി മാറണം. അപ്പം താല്പര്യമില്ലാതെ വീടുകളിൽ 2 ദിവസം അവധി വീട്ടിലിരിക്കാമെന്ന് കരുതുന്ന കുട്ടികളെ പോയേ പറ്റത്തുള്ളൂ, പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളൊരു സ്റ്റേജിൽ കയറി നമ്മളുടേതായിട്ടുള്ളൊരു കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പേടിയുണ്ടല്ലോ, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ആ പേടി, അത് പതുക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കുറയാൻ തുടങ്ങും. നമ്മളൊരു പരിപാടി അവതരിപ്പിക്കും, സ്റ്റേജിൽ കയറുന്ന സമയത്ത് ടെൻഷനായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. എന്നിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒന്നുകൂടെ സ്റ്റേജിൽ കയറിയൊന്ന് ആ പരിപാടി ഒന്നുകൂടെ അവതരിപ്പിക്കാം എന്നൊക്കെ ഒരു തോന്നൽ തോന്നിപ്പോവും. കാരണം അത്ര കോൺഫിഡൻസാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത്. അപ്പോൾ തെറ്റുമായിരിക്കാം, ശരിയാകുമായിരിക്കാം, എങ്ങനെയായിരിക്കാം, പക്ഷെ അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റേജിൽ കയറി നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഇതൊക്കെ നിങ്ങളും മനസ്സിലാക്കുക, മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഇത് കേൾക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള കലാപരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള പ്രോത്സാഹനം നൽകി അവരെ പറഞ്ഞയക്കുക. പിന്നെ ചിലതിനൊക്കെ ഇച്ചിരി ചിലവൊക്കെ വരും, അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമാണ് അല്ലേ എന്ന് കരുതി അതും സഹായിക്കണം. ചിലരുണ്ട് അയ്യോ അതിനൊക്കെ ഒത്തിരി കാശാകും, നമുക്കതിനൊന്നും പങ്കെടുക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ എല്ലാം നമ്മളങ്ങ് പിശിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. നാളെ അവർക്ക് തോന്നരുത് അച്ഛനും അമ്മയും പൈസയുടെ പേരും പറഞ്ഞാണ് ഞങ്ങളെ കുറേ പരിപാടിക്ക് വിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം പോകുന്നു, എൻ്റെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ഓർത്ത് അവരുടെ മനസ്സിൽ ഒരു തെറ്റായ സന്ദേശം ഉണ്ടാവാൻ പാടില്ല. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സാഹചര്യം പറ്റുന്നില്ല എങ്കിൽ അത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ അവരുടെ മനസ്സിൽ നല്ല രീതിയിൽ ആ ഒരു കാര്യം പതിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിലായിരിക്കും അവരുടെ മനസ്സ് ഉൾക്കൊള്ളുക. ശരിയല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.